വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൈ നെയിം ഈസ് സച്ചിൻ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു CSATൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വി വിൽ ബി കണ്ടിന്യൂയിങ് ഡൂയിങ് ക്വസ്റ്റ്യൻ ചെയ്യുക. CSAT പഠിക്കുന്ന ഏറ്റവും എളുപ്പ മാർഗം കൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് പോയാൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. കൺസെപ്റ്റ് പഠിച്ച് അത് ക്വസ്റ്റ്യനിലേക്ക് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും എക്സാമിന് പോയി. So we are going to do worksheets. Okay. So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ 13 വരെ ചെയ്തു. ക്വസ്റ്റ്യൻ 14. Two numbers A and B upon multiplication give even number as the product and gives odd number as the answer upon addition. What is the nature of A and B? അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടി? ആൻസർ പ്രോഡക്റ്റ് ഈസ് ഈവൻ അല്ലേ? പ്രോഡക്റ്റ് ഈസ് ഈവൻ. ഇനിയും എയും ബിയും ആഡ് ചെയ്തപ്പോൾ സമ്മ് ഓഡായിരുന്നു. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഗിവ് ഈവൻ നമ്പർ ആസ് ദ പ്രോഡക്റ്റ്, ഗിവ്സ് ഓഡ് നമ്പർ ആസ് ദ ആൻസർ അപ്പോൺ അഡീഷൻ. ഓക്കെ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈവൻ കിട്ടി, രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ ഓഡ് കിട്ടി. അതിലേക്ക് നമുക്ക് ആദ്യം വരാം. രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ ഓഡ് കിട്ടി, എന്തായിരിക്കും കണ്ടീഷൻ? രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ ഓഡ് കിട്ടി. ഇവ രണ്ട് നമ്പർ ഈവൻ ആയിട്ട് എടുക്കുന്നു, എയും ബിയും ഈവൻ ആണ്. അവരുടെ സം എന്തായിരിക്കും? നമുക്കറിയാം ഈവൻ പ്ലസ് ഈവൻ, ആൻസർ ഈവൻ ആയിരിക്കും അല്ലേ? രണ്ട് നമ്പർ ഓഡ് എടുത്ത് നോക്കിയാലോ, ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ, ആൻസർ ഈസ് ഈവൻ അല്ലേ? ദാറ്റ് മീൻസ് രണ്ട് നമ്പർ ഈവനും അല്ല, രണ്ട് നമ്പർ ഓടും അല്ല. ഇനി നമുക്ക് ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് അല്ലേ? അതേതായിരുന്നു ആ പോസിബിലിറ്റി? നമ്മൾ ഒരു നമ്പർ ഈവൻ ആക്കുന്നു, അടുത്ത നമ്പർ ഓടാക്കുന്നു. ഓക്കെ, ഞാൻ എ ഈവൻ ആക്കി ബി ഓടാക്കി, എൻ്റെ സം എന്തായിരിക്കും? ഓടായിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് എ ക്യാൻ ബി ഈവൻ ആൻഡ് ബി ക്യാൻ ബി ഓഡ്. ഓപ്ഷൻ 2 അല്ലേ? ഇനി ഇവരുടെ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ഈവൻ ഇൻറ്റു ഓഡ്, ഈവൻ ഇൻറ്റു ഓഡ് എന്ത് കിട്ടും? ഈവൻ കിട്ടും അല്ലേ? 2 into 3 6 അല്ലേ? ഒരു നമ്പർ ഈവൻ, ഒരു നമ്പർ ഓഡ്, ആൻസർ ഈസ് 6 വിച്ച് ഈസ് ഈവൻ. സോ എ ഇൻറ്റു ബി ഈവനും കിട്ടി, എ പ്ലസ് ബി ഓടും കിട്ടി. സോ ഒന്നെങ്കിൽ എ ഈവൻ ആകാം, ബി അപ്പം ഓടാകും. നോക്കിയേ, ഓപ്ഷൻ ബി ഉണ്ട് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഞാൻ എ ഓടാക്കി, അപ്പം എന്താകും? ബി അങ്ങ് ഈവൻ ആകും. അതും എനിക്ക് എന്ത് തന്നെ തരുള്ളൂ? സെയിം ആൻസർ തരും, ഓഡ് തരും. അതുപോലെ ഞാൻ ഓഡ് ഇൻറ്റു ഈവൻ ചെയ്യുന്നു, അപ്പോഴും എനിക്ക് എന്ത് കിട്ടും? ഈവൻ കിട്ടും. സോ എൻ്റെ സ്റ്റേറ്റ്മെന്റ് 1 എനിക്ക് ട്രൂ ആണ്. എ ഈസ് ഓഡ് ആൻഡ് ബി ഈസ് ഈവൻ. അതും എന്താണ്? ഇത് സാറ്റിസ്ഫൈ ചെയ്യും. എ ഈസ് ഓഡ്, ബി ഈസ് ഈവൻ, സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. ഇപ്പം ഞാൻ അതിനെ തിരിച്ചിടുന്നു, ബി ഈസ് ഈവൻ ആൻഡ് എ ഈസ് ഓഡ്, സോറി, എ ഈസ് ഈവൻ ആൻഡ് ബി ഈസ് ഓഡ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? അപ്പോഴും ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി നോക്കിയേ, ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി അല്ലേ? ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി എന്താണ്? ട്രൂ ആണ്. സോ രണ്ട് ഓപ്ഷനും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഗോ വിത്ത് ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി. ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. സോ നമ്പർ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ജനറൽ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഓക്കെ, സം ഓഡ് വരണമെങ്കിൽ അതിനർത്ഥം അതിൽ ഒരു നമ്പർ ഈവൻ ആയിരിക്കും, ഒരു നമ്പർ ഓടായിരിക്കും. ഓക്കെ, അവരുടെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ആൻസർ ഈവനെ കിട്ടുള്ളൂ. അതാണ് കൺസെപ്റ്റ്. നൗ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, 1042 is even and the sum of digit is 7. Okay, so 1042 അത് ഈവൻ ആണ്, the sum is 7. How many smaller positive integers are there which have each digit even and sum of their digit is equal to 7? So ഇതിന്റെ ഡിജിറ്റിന്റെ സം എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ എത്ര പോസിറ്റീവ്, സ്മോളർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്? അതിൻ്റെ എല്ലാ ഡിജിറ്റും ഈവൻ ആണ്. ആ ഡിജിറ്റിൻ്റെ സം എടുക്കുമ്പോൾ 7 കിട്ടണം. ഇപ്പം ഞാൻ ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു, അതിൻ്റെ 2 ഡിജിറ്റും ഈവൻ ആയിരുന്നു. ഇവരെ രണ്ടുപേരെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 7 കിട്ടണം. പോസിബിൾ ആണോ? അല്ല, കാരണം എല്ലാ ഡിജിറ്റും ഈവൻ ആണ്. ഈവൻ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ അല്ല ആൻസർ കിട്ടുകയുള്ളൂ. ഈ 7 എന്ന് പറയുന്ന ആൻസർ കിട്ടുമോ? 7 ഓടല്ലേ? 2 ഡിജിറ്റ് നമ്പറിൽ 2 ഡിജിറ്റും ഈവൻ ആണ്. ആ 2 ഡിജിറ്റും ആഡ് ചെയ്താൽ എനിക്ക് എന്തേ കിട്ടുകയുള്ളൂ? ഈവനെ കിട്ടുകയുള്ളൂ. സോ ആൻസർ 7 കിട്ടുമോ? ഇല്ല. ഇപ്പം ഞാൻ 3 ഡിജിറ്റ് നമ്പർ എടുത്തു,
അവിടുത്തെ 3 ഡിജിറ്റ് ഈവൻ ആണ്, ഞാൻ ആഡ് ചെയ്തു, അപ്പോഴും എനിക്ക് ഈവൻ അല്ല ആൻസർ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഒരു 4 ഡിജിറ്റ് നമ്പർ എടുത്തു, അവിടെയും എല്ലാ ഡിജിറ്റും ഈവൻ ആണ്, ഞാൻ എല്ലാ ഡിജിറ്റും ഈവൻ ആഡ് ചെയ്യുമ്പോഴും എനിക്ക് ഈവനെ കിട്ടുള്ളൂ. എനിക്ക് എന്ത് കിട്ടില്ല? 7 കിട്ടത്തില്ല, ബിക്കോസ് 7 ഓഡാണ്. സോ ആൻസർ ഈസ് 0. ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ഒരു നമ്പറിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് 7 കിട്ടില്ല. കണ്ടീഷൻ ഓൾ ദ ഡിജിറ്റ്സ് ആർ ഈവൻ. ഇവിടുത്തെ എല്ലാ ഡിജിറ്റ്സും ഈവൻ ആണ് അല്ലേ? ഈവൻ ഡിജിറ്റ്സിൻ്റെ സമ്മ് ഓട് കിട്ടുമോ? ഇല്ല. ഈവൻ ഡിജിറ്റ്സിൻ്റെ സമ്മ് ഓട് കിട്ടത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 0 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി 0. ഇതിനകത്തിലെ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് എന്താ? വിച്ച് ഹാവ് ഈച്ച് ഡിജിറ്റ് ഈവൻ. അതെല്ലാവരും വിടും. ആ ഒരു ഈച്ച് ഡിജിറ്റ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ് പോയാൽ കഴിഞ്ഞു. അതാണ് ഇതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഡിജിറ്റും ഈവൻ ആണ്. എല്ലാ ഡിജിറ്റും ഈവൻ ആണെങ്കിൽ ഡിജിറ്റിൻ്റെ സമ്മും ഈവൻ ആയിരിക്കും. ഇവിടെ ഡിജിറ്റിൻ്റെ സമ്മ് 7 ഓഡാണ്. നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ദ ആൻസർ ഈസ് 0 ഈസ് ദ ആൻസർ. Okay, moving to next question. How many numbers are there from 1 to 100 which has 3 as a digit and not divisible by 3? 1 തൊട്ട് 100 വരെ ഉള്ള നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സിൽ 3 ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, യെസ്. സോ 3 ഉള്ള നമ്പേഴ്സ് എടുക്കാം. 3, 13, 23, then 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 43, 53, 63, 73, 83 and 93. In question, how many numbers are there from 1 to 100 which has 3 digit? അത് നമ്മൾ എഴുതി. And do not divisible by 3. 3 വെച്ച് ഡിവിസിബിൾ അല്ല. 3 വെച്ച് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 13 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. കാരണം ഡിജിറ്റിൻ്റെ സമ്മ് നോക്കുക. ഡിജിറ്റിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവർ 3 വെച്ച് ഡിവിസിബിൾ ആണ്. 1 + 3 4, 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 23 ഡിവിസിബിൾ ആണോ? അല്ല. 31, 32, 34, 35, 37, 38 ഇവരൊക്കെ 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. ദെൻ 43, 53, 73, 83 ഇത്രയും നമ്പേഴ്സിലും 3 ഉണ്ട്. പക്ഷെ ഇത്രയും നമ്പേഴ്സും 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. എങ്ങനെ മനസ്സിലായി ഡിവിസിബിൾ അല്ല എന്ന്? സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഡിജിറ്റിന്റെ സം എടുക്കുക. ഡിജിറ്റിന്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ നോക്കാം. 83 എടുക്കുക. 83ൽ 8 + 3 11 ആണ് അല്ലേ? 11 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 11 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. 83 ഡിവിസിബിൾ ആണോ? അല്ല. പക്ഷെ 93 എടുക്കാം. 93 എന്താണ്? 9 + 3 12. 12 ഈസ് ഡിവിസിബിൾ ബൈ 3. 93 എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 വെച്ച് ഡിവിസിബിൾ ആണ്. സോ നോക്കി ഈ ടിക്കറ്റ് ഇട്ടേക്കുന്ന എത്ര നമ്പർ ഉണ്ടെന്ന്? 1 2 3 4 5 6 7 8 9 10 11 12. So 12 numbers are there. Option B 12. So 1 to 100 ഇടയ്ക്ക് 3 ഡിജിറ്റ് ആയിട്ട് വരുന്ന ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. അതിൽ 3 വെച്ച് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ്, ദ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 3 എത്ര എണ്ണം ഉണ്ട്? 12. 12 എണ്ണം എന്തല്ല? 3 വെച്ച് ഡിവിസിബിൾ അല്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എന്താണ്? ഡിജിറ്റ് എഴുതുക, ഈ നമ്പേഴ്സ് എഴുതുക. കാരണം അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഈ നമ്പേഴ്സ് ഇതുപോലെ എഴുതുക. എക്സാമിന് വന്നാലും 2.5 മിനിറ്റ് ഉണ്ട് എക്സാമിന്. 1 മിനിറ്റ് എടുക്കുക, ഇത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 1/2 മിനിറ്റ് കൊണ്ട് ടിക്ക് ഇട്ടിട്ട് എണ്ണുക. ഓക്കെ, അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ മെത്തേഡ്. അല്ലാതെ ഇപ്പം നമ്മളിങ്ങനെ മനസ്സിൽ നമ്പർ എടുക്കുന്നു, യെസ് 33 ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായി പോകും. ഓപ്ഷനിൽ 12 ഉണ്ട്, ചിലപ്പോൾ അവർ ഓപ്ഷൻ തരാൻ പോകുന്നത് 11 എന്നായിരിക്കും. ഇവിടെ 7 എന്നാണ് തന്നേക്കുന്നത് ഞാൻ. അതിന് പകരം അവർ 11 തരും. തൊട്ടടുത്ത ഓപ്ഷൻ 13 ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു നമ്പർ കൂടുതൽ എടുക്കും. അപ്പോൾ എന്ത് പറ്റാം? എറർ കാണാൻ പറ്റിപ്പോയാൽ ചിലപ്പോൾ 11 അല്ലെങ്കിൽ 13 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 12. സോ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ റോങ് ആയിട്ട് മാർക്ക് ചെയ്യാം. സോ സേഫ് മെത്തേഡ് ഇതുപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്പേഴ്സ് എഴുതുക, ടിക്ക് ഇടുക, അല്ലെങ്കിൽ റൗണ്ട് ഇടുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, യെസ്. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി 2. കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പക്ഷേ ചെയ്യാൻ പറ്റും. അധികം പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ 3 ഡിജിറ്റ് നമ്പർ ABC
multiplied by 6, resulting in a 3-digit number with the same digits C. Consider the following statement. A plus B plus C is a prime number. A into B plus C is a perfect square. C minus A into B is a perfect square. Okay. Statement കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2 സ്ക്വയർ എടുക്കുന്നു. 2 സ്ക്വയർ എന്താണ്? 4 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്നു. 4നെ എനിക്ക് എന്ത് ചെയ്യാം? 2ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ? അപ്പോൾ അതെന്തായി? പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇപ്പം ഞാൻ 36 എടുക്കുന്നു. 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം 36നെ എനിക്ക് 6ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ? 36നെ എനിക്ക് എന്ത് എഴുതാം? 6ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. സോ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റിയാൽ അതിനെ പറയുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ. സോ ഇപ്പം ഞാൻ എടുക്കുന്നു 81 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തുറന്നു എന്താണ്? 189 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. 189 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആരുടെയും സ്ക്വയർ അല്ല 189. ഓക്കെ. സോ വി വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ആ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സിമിലർലി ക്യൂബ്, പെർഫെക്റ്റ് ക്യൂബും അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 3 ക്യൂബ് എടുക്കുന്നു. 3 ക്യൂബ് 27. സോ എനിക്ക് എന്ത് പറയാം? 27 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. 27 എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്. ഓക്കെ. 27 എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്. ബിക്കോസ് 27നെ എനിക്ക് എന്ത് ചെയ്യാം? 3യുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. നൗ യെസ്, നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു 3-ഡിജിറ്റ് നമ്പർ ഉണ്ട്, ABC. ഓക്കെ. 3-ഡിജിറ്റ് നമ്പർ ABC. ഈ 3-ഡിജിറ്റ് നമ്പറിനെ ഞാൻ എന്ത് ചെയ്തു? 6 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു 3-ഡിജിറ്റ് നമ്പർ C എന്ന് കിട്ടി. എന്ത് കിട്ടി? ഒരു 3-ഡിജിറ്റ് നമ്പർ C എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വെരിഫൈ ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഹിൻ്റ് ഉണ്ട്. ഓക്കെ. ABCയെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് C കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? C സിമ്പിളാണ്. എന്ത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 6 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഒരു നമ്പറിനെ ഈവൻ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 6 ഈവൻ ആണല്ലോ. ഒരു നമ്പറിനെ ഈവൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും ഈവൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ കിട്ടിയ C എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. C എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. ഓക്കെ. അപ്പോൾ ഇനി ഈവൻ നമ്പറിൽ CCക്ക് ഏതൊക്കെ വരാം? CC 000 വരാം അല്ലേ? അല്ലെങ്കിൽ 2 വരാം. കാരണം ഇവിടെ CC ദാറ്റ് മീൻസ് ഐഡൻറ്റിക്കൽ നമ്പേഴ്സ് ആണ്. എന്താണ്? ഐഡൻറ്റിക്കൽ നമ്പേഴ്സ് ആണ്. ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 4 വരാം. ഇല്ലെങ്കിൽ എനിക്ക് 6 വരാം. എനിക്ക് 8 വരാം. ഇത്രയും നമ്പേഴ്സ് എനിക്ക് പോസിബിൾ ആണ് അല്ലേ? ഇത്രയും നമ്പേഴ്സ് പോസിബിൾ ആണ്. ഇതിനകത്തിൽ നിന്ന് എനിക്ക് ഈ നമ്പർ അങ്ങ് എടുത്ത് കളയാം. കാരണം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടുമോ? ഇല്ല. കാരണം ABC ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ. 0 കിട്ടണമെങ്കിൽ ഇവർ മൊത്തം 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ABC എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ്. നൗ 2 കിട്ടുമോ എന്ന് നോക്കാം. എങ്ങനെ നോക്കണം? സിമ്പിളാണ്. 2നെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. എന്ത് ചെയ്തു? ABCയെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇത് കിട്ടി അല്ലേ? ABCയെ ഞാൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 222 കിട്ടിയത്. അപ്പോൾ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? ABC തിരിച്ച് കിട്ടണം. എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ ഐ വിൽ ബി ഗെറ്റിംഗ് 37. പക്ഷേ 37 ഒരു 2-ഡിജിറ്റ് നമ്പർ ആണല്ലേ? 37 ഈസ് എ 2-ഡിജിറ്റ് നമ്പർ. അപ്പം ഇതും അല്ലെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഇതുപോലെ ഈ ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ. സോ ചെയ്ത് നോക്കുക. വി വിൽ ഡിസ്കസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യുക? എല്ലാം ഐഡൻറ്റിക്കൽ നമ്പേഴ്സ് ആണ്. ഇവിടെ സിയുടെ വാല്യൂവും ഇവിടുത്തെ സിയുടെ വാല്യൂവും സെയിം ആയിരിക്കും. അതും ഓർത്ത് വെക്കണം. ഓക്കെ. So that's all for today. We will meet in the next class with the solution of the same question. Thank you.